ഹായ് ഗൈസ്, സെറി ഇൻ ഡീറ്റെയിലിന്റെ സെക്കൻഡ് സെഗ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇന്ന് ഞങ്ങൾ ഒരു പുതിയ സാരിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ സാരി. ഇതൊരു ബേജ് ന്യൂഡ് കളറിൽ ബേസ് നെറ്റ് വരുന്ന സാരിയാണ്. ഇത് നോക്കിയാൽ അറിയാം കൂടുതലൊരു ലൈൻസിന്റെ ആണ് കൂടുതൽ വർക്കും വരുന്നത്. നമുക്കൊരു 2 സൈഡ് ബോർഡേഴ്സ് വരുന്നുണ്ട്, പ്ലസ് സ്ട്രൈപ്സ് ആണ് വരുന്നത്. സോ സാരിയുടെ ബോഡി ബേസിലേക്ക് നമുക്കൊരു 2 സൈഡ് ബോർഡേഴ്സും പ്ലസ് ലൈൻസിന്റെ ഡിസൈനും ആണുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പിലാണ് ഡിസൈൻസ് വരുന്നത്. ഈ നമ്മുടെ ബോഡി ഏരിയയിലേക്ക് നമുക്ക് വരുന്ന ഹൊറിസോണ്ടൽ സ്ട്രൈപ്സ് ആണ്, പക്ഷെ താഴത്തെ ഏരിയസിലേക്ക് നമുക്കൊരു വെർട്ടിക്കൽ അപ്പിയറൻസിലാണ് നമുക്ക് വരുന്നത്. വെർട്ടിക്കൽ അപ്പിയറൻസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ലീൻ അപ്പിയറൻസ് തരാനായിട്ട് ഈ സാരീസ് യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ഒരു ഫുൾ ബോഡി നമ്മൾ നോക്കുമ്പം ലീൻ പോർഷൻസ് കൂടുതൽ കാണാനായിട്ട് ഇങ്ങനത്തെ ലൈൻസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്ലസ് ബോർഡേഴ്സ് ആണെങ്കിലും ഒരുപാട് ഹെവി ബോർഡേഴ്സ് കൊടുത്തിട്ടില്ല, ഒരു 4 ഇഞ്ച് അങ്ങനത്തെ ഒരു ബോർഡേഴ്സ് നമ്മൾ ആകെ കൊടുത്തിട്ടുള്ളൂ ഇതിൽ. പിന്നെ പറയാനുള്ളതാണെങ്കിൽ ഈ ഒരു സാരി ഒരു ന്യൂഡ് ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ ന്യൂഡ് ഷെയ്ഡ്സ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബ്ലെൻഡായി പോവില്ല. നമുക്ക് കുറച്ചും കൂടെ ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോൺസിന് കുറച്ചും കൂടെ ഇത് അപ്പീലിംഗ് ആയിരിക്കും ഇങ്ങനത്തെ കളേഴ്സ്. അല്ലെങ്കിൽ ഇതിന്റെ ഒരു നെക്സ്റ്റ് ഒരു 1 to 3 ഷെയ്ഡ്സും കൂടെ ലൈറ്റർ ആയാലും ഓക്കെ ആണ്, അത് എല്ലാ സ്കിൻ ടോൺസിനും പോകും. സോ ഡിസൈൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡേഴ്സിൽ ഒരു ഫ്ലോറൽ അപ്പിയറൻസ്, ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആണ് കൂടുതലും കാണുന്നത്. പിന്നെ ഈ സാരി ഒരു 2.5 ഫുൾ നമുക്ക് ഇതേപോലെ ബോർഡേഴ്സ് ആൻഡ് ഈ ലൈൻസ് വരുന്നുണ്ട്. ആൻഡ് താഴത്തെ പ്ലീറ്റ്സിന്റെ ഏരിയാസിലും നമുക്ക് ഈ ലൈൻ വർക്ക്സ് ആൻഡ് ബോർഡർ വരുന്നുണ്ട്. ഇത് കൂടുതലും ഭയങ്കര ചെറിയ വർക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പ്ലസ് എൻഡില് സ്കാലപ്സ് ഉണ്ട്, ചെറിയ ഒരു സ്കാലപ്സ് ത്രൂ ഔട്ട് സാരീസിലുണ്ട്. സ്കാലപ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു ലുക്ക് വൈസ് നല്ലതായിരിക്കും. ഇപ്പൊ നമ്മള് ബ്ലൗസിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും കുറച്ചുകൂടെ നെക്കൊക്കെ കുറച്ച് സ്കാലപ്ഡ് ആക്കിയും പിന്നെ ബാക്കി വർക്കൊക്കെ തന്നെയാണെങ്കിലും ഇപ്പൊ ഇത് ഇത്രയും ഹെവി ആയിട്ടുള്ള സാരി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹെവി ആക്കി ബ്ലൗസ് കൊടുക്കണമെന്നില്ല. ഈ ഒരു ലൈൻ അപ്പിയറൻസും ഈ ചെറിയൊരു ബോർഡർ അപ്പിയറൻസും ഒരു എൻഡിൽ കൊടുത്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്ലീവ്സ് ആണെങ്കിലും നമ്മൾ വർക്കിൽ കുറച്ചുകൂടെ ലൈൻസ് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്താൽ കുറച്ചുകൂടെ ഒരു ലീൻ ഫീൽ കിട്ടാനും അങ്ങനത്തെ പാറ്റേൺസ് ഓക്കെയാണ്. നമുക്ക് ബ്ലൗസ് ആൻഡ് അണ്ടർസ്കേർട്ട് നമുക്ക് ആ പാറ്റേൺ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നമ്മളിന്ന് കണ്ട സാരി ഒരു ബേജ് ന്യൂഡ് ഷെയ്ഡാണ്. നമുക്ക് ആ ഒരു ഷെയ്ഡ് എന്നല്ല, ഏത് ഷെയ്ഡിലേക്കും കസ്റ്റമൈസബിൾ ആണത്. വെഡിങ്ങിനാണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് കളേഴ്സ് ഒരു മീഡിയം ടു ഡാർക്ക് കളേഴ്സ് ആണെങ്കിലും ഒരു മീഡിയം ടു ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ്സ്, ഓഫ് വൈറ്റ് ഷെയ്ഡ്സിലേക്കൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. സോ ഇതുപോലെ ബ്രൈഡൽ സാരീസും റിസപ്ഷൻ സാരീസ് ഒക്കെ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് സാരിയുടെ സെഗ്മെന്റ്സ് ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓൺലൈൻ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈൻ കസ്റ്റമൈസേഷൻ ഉണ്ട്. അതേപോലെ ഇൻസ്റ്റോർ ആണെങ്കിൽ ഇൻസ്റ്റോർ ബ്രൈഡ്സ് നമുക്ക് അങ്ങനെ കസ്റ്റമൈസേഷൻ ചെയ്യാം. നമുക്ക് സ്റ്റോർസ് വരുന്നത് കൊച്ചി, തൃശ്ശൂർ ആൻഡ് ട്രിവാൻഡ്രം ആണ്. സോ ഇതേപോലെ മറ്റൊരു സാരി ആയിട്ട് ഞങ്ങൾ അടുത്ത സെഗ്മെന്റിൽ വരാം. സോ ജോയിൻ us. താങ്ക് യു.